മനസ്സിന് സംഘിരോഗം ബാധിച്ചാൽ ഒരു വ്യക്തി എത്രത്തോളം അധപ്പതിക്കും എന്നതിന്റെ തെളിവ് ഇന്നലെ തലസ്ഥാനത്ത് കണ്ടു. മുൻ DGP ആണത്രേ. ആ പദവിക്കൊക്കെ വെറും ഒരു ഊള എന്നൊരു അർത്ഥത്തിലേക്ക് എത്തിച്ച രീതിയിലേക്ക് ഇന്നലെ തലസ്ഥാനത്തെ ഒരു മുൻ DGP ആയിട്ടുള്ള വനിതയുടെ പ്രതിഷേധ മുദ്രാവാക്യം വിളി നിങ്ങളൊന്ന് കേട്ടെ, ശ്രദ്ധിക്കുക. മുൻ DGP ആണത്രേ. പോടാ പുല്ലേ പോലീസ്. ആരെ? ഇന്നലെ വരെ സഹപ്രവർത്തകയായിരുന്നു, സല്യൂട്ട് അടിച്ചവരായിരുന്നു. ഇന്നിപ്പോ അവർ വരെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്ന രീതിയിലേക്ക് ഒരു സ്ത്രീ അധപ്പതിച്ചതിന്റെ കാഴ്ച. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ശൈലികൾ കൊണ്ട്, എല്ലാം കൊണ്ട് സമൂഹത്തിൽ വെറുക്കപ്പെട്ട കാഴ്ചയുടെ പുതിയ അവസ്ഥയായിട്ട് ശ്രീലേഖ മാറിയിട്ടുണ്ട്. ഈ IPS എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ വലിയ സംഭവമായിരുന്നു. ആ പദവി കിട്ടാൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയെടുക്കുന്നത് എല്ലാവർക്കും കഴിയുന്നതല്ല, വളരെ കഴിവുള്ളവർക്കും മാത്രം പറ്റുന്ന ഒരു ജോലിയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. പക്ഷേ ഈ കെടുതിയെ കണ്ടതോടുകൂടി ഒരു കാര്യം മനസ്സിലായി, കഴിവൊന്നുമില്ല. കാണാതെ പഠിക്കാൻ അറിയണം. ഇന്റർവ്യൂവിൽ സവർണതയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കടന്നു കൂടാൻ പറ്റും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു IPS എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്തായിരുന്നു? സെൻകുമാറും പിന്നാലെ ഈ സ്ത്രീ DGPയും കൂടി ചേർന്ന് ആ പ്രതീക്ഷകളെല്ലാം തകർത്തിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏതൊരു ഊളയ്ക്കും കിട്ടാവുന്ന പദവികളാണ് എന്ന് ഏതൊരു ഊളയ്ക്കും ഏതൊരു മാലിന്യ മനസ്സുള്ള വ്യക്തിക്കും കിട്ടാവുന്നതാണ്. അത് പഠിച്ചെന്ന് കരുതിക്കൊണ്ടോ അതിന്റെ ട്രെയിനിങ് കിട്ടിയെന്ന് കരുതിക്കൊണ്ടോ ഒന്നിന്റെയും മാനസികാവസ്ഥ പോലും മാറുന്നില്ല. കൂടുതൽ വർഗീയ വിഷങ്ങളാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നതെന്ന് തോന്നിപ്പോവുകയാണ്. എന്തായാലും സ്വന്തം സഹപ്രവർത്തകരെ പോടാ പുല്ലെന്നൊക്കെ ചെന്നിരുന്ന് വിളിക്കുമ്പോൾ ആ DGP എന്ന രീതിയിൽ സല്യൂട്ട് അടിച്ചവരൊക്കെ എണീറ്റ് പോവുക എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് സംഘി രോഗം ബാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ഏത് പദവിയിലായിക്കോട്ടെ, ചാണകം ചവിട്ടിയാൽ നാറും എന്ന് പറയുന്നത് ചുമ്മയല്ല. ഏത് വ്യക്തിയാണെങ്കിലും ശരി, ഏത് പദവിയാണെങ്കിലും ശരി, ചാണകം ചവിട്ടിയോ ആ പദവിയും ആ വ്യക്തിയും നാറിയിരിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ ആ തെരുവിൽ കണ്ടത്. കുറച്ചെങ്കിലും ചിന്താശേഷിയോ അല്ലെങ്കിൽ തിരിച്ചറിവോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സ്ത്രീ താൻ ഇന്നലകളിൽ ഇട്ടിരുന്ന യൂണിഫോമിനെ ഇതുപോലെ തെരുവിൽ അധിക്ഷേപിക്കാൻ പോയിരുന്ന് മുദ്രാവാക്യം വിളിക്കുമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് മടയന്മാർ. അങ്ങനെയല്ല, ഈ പദവിയിലിരുന്നവർ ചാണകം ചവിട്ടിയ വിവരക്കേടുകളാണോ? ആ ക്വാളിറ്റി എല്ലാ കാലത്തും കാട്ടിക്കൊണ്ടേ ഇരിക്കുമെന്നതിന്റെ സഞ്ചരിക്കുന്ന തെളിവാണ് ശ്രീലേഖയെന്ന് നിസ്സംശയം പറയാം.